ഹയർ സെക്കൻഡറി അഡ്മിഷന് വേണ്ടിയിട്ട് ഹ്യൂമാനിറ്റീസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ, അതിൻ്റെ കോമ്പിനേഷനുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പൊതുവെ മുഴുവൻ വിഷയങ്ങളിലും ഫുൾ A+ വാങ്ങിയ ആളുകൾക്ക് സയൻസ് സ്ട്രീമും, അതിന് താഴെ ഉള്ളവർക്ക് കൊമേഴ്സ് സ്ട്രീമും, അതിന് താഴെയുള്ളവർക്ക് ഹ്യൂമാനിറ്റീസ് സ്ട്രീമും എന്നുള്ള നിലക്കാണ് പൊതുവെ ആളുകൾ പറഞ്ഞു വരാറുള്ളത്. ഒരിക്കലും ഈ രീതിയിലല്ല കോഴ്സുകളോ കോമ്പിനേഷനുകളോ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നമുക്ക് കിട്ടിയ മാർക്ക്, അതിനപ്പുറത്തേക്ക് നമ്മളുടെ കരിയറിൽ നമ്മൾ ആരാവണം എന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് അതിലേക്ക് എത്തിപ്പെടാൻ ഏത് രൂപത്തിലാണോ, ഏതൊക്കെ കോഴ്സാണോ എടുക്കേണ്ടത്, ആ രൂപത്തിലാണ് നമ്മൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കേണ്ടത്. അവിടെ മാർക്ക് കിട്ടിയ സബ്ജക്റ്റിനെ മാത്രമല്ല അനുബന്ധമാക്കേണ്ടത്. ഗവൺമെൻറ് സർവീസുകളിലേക്ക്, സിവിൽ സർവീസൊക്കെ പോലെയുള്ള ഏരിയകളിലേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അതേപോലെ ഹയർ സ്റ്റഡീസ്, ഹിസ്റ്ററി പോലെയുള്ള ഏരിയകളിലൊക്കെ റിസർച്ച് ലെവലിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനായിട്ട് എടുക്കാൻ പറ്റുന്ന കോഴ്സാണ് ഹ്യൂമാനിറ്റീസ്. അതിനകത്ത് 32ഓളം കോമ്പിനേഷനുകൾ നമ്മളുടെ കേരളത്തിലുള്ള സ്കൂളുകളിൽ നമ്മൾക്ക് അവൈലബിൾ ആണ്. ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് മുതലായ സബ്ജക്റ്റുകളുള്ള കോമ്പിനേഷനുകളാണ് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. കൂടെ ഹിസ്റ്ററിക്കൊപ്പം ഇസ്ലാമിക് ഹിസ്റ്ററിയുള്ള കോമ്പിനേഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഭൂമിശാസ്ത്രപരമായ പഠനവുമായി ബന്ധപ്പെട്ട് ജോഗ്രഫി, ജിയോളജിയുള്ള കോമ്പിനേഷനുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഫൈൻ ആർട്സ്, കലാപരമായിട്ടുള്ള കഴിവുള്ള ആളുകൾക്ക് ആ ലെവലിൽ മുന്നിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൈൻ ആർട്സ് ഉള്ള കോമ്പിനേഷൻ നമുക്ക് അവൈലബിൾ ആണ്. ലാംഗ്വേജുകൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പഠനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഫസ്റ്റ് ലാംഗ്വേജിനും സെക്കൻഡ് ലാംഗ്വേജിനും പുറമെ ലാംഗ്വേജ് സ്പെഷ്യൽ പേപ്പറായിട്ട് ഉള്ള കോമ്പിനേഷനുകൾ നമുക്ക് അവൈലബിൾ ആണ്. സംസ്കൃത്, ഹിന്ദി, ഉറുദു, അറബിക്ക്, മലയാളം തുടങ്ങിയ വിവിധ ലാംഗ്വേജുകൾ നമുക്കതിനകത്ത് ഓപ്ഷനായിട്ട് എടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കോമ്പിനേഷനുകളുണ്ട്. കൂടാതെ ആർക്കിയോളജിക്കൽ സൈഡിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആന്ത്രോപോളജി, ഒപ്പം ഹിസ്റ്ററി, അതേപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസും ഒക്കെ കൂടിയിട്ടുള്ള കോമ്പിനേഷനുകൾ നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആണ്. ഫിലോസഫി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ജേർണലിസം, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് തുടങ്ങിയ സബ്ജക്റ്റുകളുള്ള കോമ്പിനേഷനും നമുക്ക് അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഗാന്ധിയൻ സ്റ്റഡീസ് തുടങ്ങിയ കോമ്പിനേഷനുകളുള്ള ഹ്യൂമാനിറ്റീസ് കോഴ്സുകളും നമുക്ക് അവൈലബിൾ ആണ്. ഏത് കോഴ്സിനാണോ നമ്മളുടെ ഭാവിയിൽ പോകാൻ ആഗ്രഹിക്കുന്നത് അതിനനുയോജ്യമായ സബ്ജക്റ്റുകളുള്ള കോമ്പിനേഷനുകൾ തിരഞ്ഞെടുത്ത് നമ്മളുടെ കരിയറിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നമുക്കാവശ്യമുള്ള കോഴ്സുകൾ ഏതാണെന്ന് നേരത്തെ നമ്മൾ തീരുമാനിച്ച പ്രകാരം അതിനനുസരിച്ച സബ്ജക്റ്റുകളുള്ള കോമ്പിനേഷനുകൾ സെലക്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയാത്ത സബ്ജക്റ്റുകളെ ഒഴിവാക്കി വേണ്ട സബ്ജക്റ്റുകൾ മാത്രം എടുക്കുന്ന രൂപത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാനും കഴിയും എന്നുള്ളതാണ് ഈ 32 കോമ്പിനേഷനുകളുള്ള ഹ്യൂമാനിറ്റീസിൻ്റെ മറ്റൊരു സവിശേഷത.